ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിൽ മഹാനവറുകൾ ഭരണം നടത്തുന്ന കാലത്ത് ഇസ്ലാമിലേക്ക് അവസാനം കടന്നു വന്ന രണ്ടാളുകൾ അവസാന കാലഘട്ടങ്ങളിൽ, ഒന്ന് മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. അബൂ സുഫിയാൻ എന്നവരെ കുറച്ചു കാലേ നബിയുടെ കൂടെ കിട്ടിയിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയുണ്ട് സുഹൈൽ ഇബ്നു അംർ. സുഹൈലുൻ അൽ അംർ സഹലുൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹുദൈബിയ സന്ധിയിലെ വാക്കുകൾ പറയാൻ വേണ്ടി വന്ന സുഹൈൽ ഇബ്നു അംർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെട്ടണമെന്ന് പറഞ്ഞ ആൾ, മിൻ മുഹമ്മദിൻ റസൂലില്ല എന്ന് പറഞ്ഞപ്പോ അത് വേണ്ട, ലെറ്റ്സ് ബി ഫാക്ച്വൽ, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് അങ്ങനെ മതി. സുഹൈൽ സൺ ഓഫ് അംർ, മുഹമ്മദ് സൺ ഓഫ് അബ്ദുല്ലാഹ് മതി, റസൂലുള്ളാഹ് അത് വെട്ടണം. അലിയെ ഉസ്തുബ് അലൈഹ, നബിയെ അത് വെട്ടണോ, അലിയെ നിങ്ങളത് വെട്ടിക്കോളൂ. അതൊക്കെ പറഞ്ഞ ആൾ ഉമർ തങ്ങൾ എന്ന് കണ്ടപ്പോ പറഞ്ഞു, ബദറിന്റെ ക്യാപ്റ്റീവുകളിൽ അന്ന് യുദ്ധത്തടവുകാരിൽ പിടിക്കപ്പെട്ടപ്പോ ഈ സുഹൈൽ ഇബ്നു അംർ പ്രഭാഷകനാണ്, നല്ല പ്രസംഗിക്കുന്ന ആളാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, പൊന്നാര നബിയെ ഏതായാലും സുഹൈലിനെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്, ആ മുമ്പിലെ 4-5 പല്ല് ഞാനൊന്ന് പൊഴിച്ചോട്ടെ, ഇനിയെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞ് ഇവനൊന്നും പറയരുത്. നബി തങ്ങൾ പറഞ്ഞു, ഉമറേ ലഅല്ലല്ലാഹ യുരീക മിൻഹു ശൈഅൻ തഫറഹു ലഹു, ഉമറേ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും അള്ളാഹു സുഹൈലിൽ നിന്ന് കാണിച്ചു തരും. എന്നിട്ടാ ഹുദൈബിയ സന്ധി ഉണ്ടായത്. പൊന്നാര നബിയെ അന്ന് ആ പല്ല് പൊഴിച്ചിക്കണമെങ്കിൽ ഇന്ന് നിങ്ങളോട് വന്ന് ഇങ്ങനെ സന്ധിയുടെ വാക്കുകൾ അവന് പറയാൻ നാവുണ്ടാവില്ലല്ലോ, പറയാൻ കഴിയില്ലല്ലോ. ഇരിക്കുമറേ നിങ്ങൾക്ക് ചില നന്മ കാണാൻ കഴിയും സുഹൈലിൽ നിന്ന്. അങ്ങനെയാ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കളാണെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഉണ്ടാകുമെന്ന് തങ്ങൾ. നമ്മൾ ശത്രുക്കളും മരിക്കണവരെ ഖിയാമം വരെ ശത്രുവാണ്. അങ്ങനല്ല, ചിലപ്പോ നിലപാടുകളും കാഴ്ചപ്പാടുകളും സ്വഭാവങ്ങളൊക്കെ മാറിയാൽ 1-ാം നമ്പർ സുഹൃത്തുക്കളായി മാറാലോ. നിബിധങ്ങൾ പറയാണത്, ലഅല്ലല്ലാഹ യുരീക മിൻഹു ശൈഅൻ തഫറഹു ലഹു, സന്തോഷം ഉണ്ടാവുന്ന വല്ലതും കാണാൻ കഴിയും. അങ്ങനെ മുത്തനബിതങ്ങൾ വഫാത്തായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ദൃഷ്ടിയുടെ ചുരുക്കം നിബിധങ്ങളുടെ ദീർഘദൃഷ്ടി ഞാൻ കണ്ടത് അപ്പോഴാണ്. മക്ക നിബിധങ്ങൾ വഫാത്തായപ്പോ ഒരുപാട് ആളുകൾ മദീനയിൽ പരിസരങ്ങളിൽ ഇസ്ലാം എന്ന് പുറത്തുപോയപ്പോ അവരെ പിടിച്ചു നിർത്തിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മക്കയിൽ ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോകാൻ നിൽക്കുമ്പോ അവർക്കിടയിൽ പ്രഭാഷണം ചെയ്തവരെ പിടിച്ചു നിർത്തിയത് മുസ്ലിമായ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. കാലങ്ങൾക്ക് ശേഷമാണ് നബി തങ്ങളുടെ വാക്ക് പുലർന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല